സഭയ്ക്ക് അങ്ങനെയൊന്നുമില്ല. സഭയ്ക്ക് നിത്യനിദാന ശത്രുക്കളൊന്നുമില്ല. സഭയൊക്കെ എല്ലാ കാലത്തും ശത്രുക്കളോട് ക്ഷമിച്ചിട്ടുള്ള ജീസസിൻ്റെ കാലം കൊണ്ട് സഭയുടെ നിലപാട് എന്താ പറയുക, ശത്രുക്കളോട് ക്ഷമിക്കുക എന്നുള്ളത്. ജീസസ് അതാ ചെയ്തത്. ജീസസിനെ കുരിശിലേറ്റവും ജീസസ് എന്താ പറഞ്ഞത്? കർത്താവ് അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് വേറെ ആരുമില്ല. പിന്നെ നിങ്ങൾ ബൈബിൾ പുതിയ നിയമം എടുത്ത് വായിച്ചു നോക്കിയാൽ അവിടെ എവിടെയും തിരിച്ചടിക്കാൻ പറയുന്നില്ല, ആക്രമിക്കാൻ പറയുന്നില്ല. അവിടെ ഒക്കെ സ്നേഹത്തെ പറ്റിയ ജീസസ് പറയുന്നുള്ളൂ. അങ്ങനെ ഒരു മതഗ്രന്ഥം ബൈബിൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മതസ്ഥാപകൻ എന്ന് പറയാവുന്നത് ജീസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സഭ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജീസസിനെ കുരിശിലേറ്റിയതിന് ശേഷം അപ്പോസ്തലന്മാർ ഓരോരുത്തരായി ഭീകരമായിട്ട് കുരിശിലേറ്റി. സെൻറ്റ് പത്രോസിനെയൊക്കെ തല തിരിച്ചാണ്. അങ്ങനെ പത്രോസിനെ നേരിട്ട് കുരിശിലേറ്റി ജീസസ് തുല്യമാകുന്നതുകൊണ്ട് പത്രോസ് വന്ന് ഞാൻ തല തിരിച്ച് കുരിശിലേറ്റിയാണ്. അങ്ങനെ ഓരോരുത്തരും ഭീകരമായിട്ട് വേട്ടയാടിയാണ്. പക്ഷേ അവിടെ നമ്മൾ കണ്ട പിന്നെ 300 വർഷം കൊണ്ട് റോമൻ സാമ്രാജ്യം തന്നെ ക്രൈസ്തവ സാമ്രാജ്യമായി മാറുന്നതാണ്. പിന്നെ ലോകത്തെ പല ഭാഗങ്ങളിലേക്ക് ക്രൈസ്തവ പടരുന്നതാണ്. അതിൽ യുദ്ധങ്ങളും അതിൽ ജീസസ് കാണിക്കാത്ത വഴിയിലൂടെയൊക്കെ അവർ പോയിട്ടുണ്ട്. പക്ഷേ എല്ലാ കാലഘട്ടത്തിൽ അവരെടുത്തിട്ട് മാർഗമെന്ന് വെച്ചാൽ സമാധാനത്തിൻ്റെ ക്ഷമയുടെ മാർഗമാണ്. അവർ ശത്രുക്കളോട് ക്ഷമിച്ചിട്ടേ ഉള്ളൂ. സഭയുടെ മികച്ച മനോഹരമായ ചരിത്രത്തിലെല്ലാം ആദ്യകാല ചരിത്രത്തിലെല്ലാം നമ്മളതാണ് കാണുന്നത്. പിന്നെ ഈ ഹിറ്റ്ലർ അവരെ അടിച്ചമർത്തി ഭീകരമായിട്ട് മറ്റുള്ളവരെ പോലെ തന്നെ അവരെയും വേട്ടയാടിയിരുന്നു. പക്ഷേ അന്നും ഹിറ്റ്ലറുമായിട്ട് അവർ ചർച്ചകൾ നടത്തിയിരുന്നു. മുസോളിനിയായിട്ട് കോംപ്രമൈസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ അങ്ങനെ എല്ലാ വിഭാഗങ്ങളുമായിട്ട് അവരാരൊക്കെ ആക്രമിച്ചു അവരോടെല്ലാം അവർ ചർച്ചകൾ നടത്താൻ മടിക്കുന്ന ഒരു വിഭാഗമല്ല ക്രിസ്ത്യൻ സഭ. അവർ മാത്രമല്ല, അവർ വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കാൻ അവരുടെ എത്തിക്സ് അവരെ സമ്മതിക്കില്ല. ചില അച്ഛന്മാരൊക്കെ പേഴ്സണലി കൊണ്ടു നടക്കുന്നതല്ലാതെ ബൈബിൾ സമ്മതിക്കില്ല. സഭയ്ക്കും അങ്ങനെ നിലപാടെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ക്ഷമിക്കുന്നതാണ്. അപ്പോൾ എവിടെ അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് തക്കതായ വേദിയിലല്ലോ. എല്ലാ വേദിയിലും പോയി മണ്ടന്മാരെ പോലെ ചെരുപ്പ് അറിയാനോ ഒന്നും അവരെ കിട്ടില്ല. അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് വിരുന്നിന് വിളിച്ചാൽ അവിടെ നമുക്ക് അവിടെ മണിപ്പൂർ പ്രശ്നമുണ്ട്, അത് ചർച്ച ചെയ്യാം. മണിപ്പൂർ സംബന്ധിച്ച് വേറെ വിഷയമുണ്ട്, വേറെ വേദികളുണ്ട്. എനിക്കൊന്ന് ബാക്ക് ഡോർ ഡിസ്കഷനൊക്കെ നല്ല KCBCയും മാത്രമല്ല അവിടെ നാഷണൽ ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. പിന്നെ RSSനെ സംബന്ധിച്ചിടത്തോളം RSS ഈ പറയുന്ന പോലെ അവർക്ക് ഒരു അജണ്ട എന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദുമത പരിവർത്തനം കുറയ്ക്കുക എന്നുള്ളതാണ്. സഭയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം ഈ അടുത്ത 1000 വർഷത്തിനുള്ളിൽ ഏഷ്യനെയും ആഫ്രിക്കനെയും കൂടെ എന്ത് ചെയ്യണം, ക്രൈസ്തവവൽക്കരിക്കണം എന്നുള്ളതാണ്. അത് 1000 വർഷമാണ്. 1000 വർഷം നിങ്ങളും ഞാനും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു പോകും. 10 ജനറേഷനോ അല്ലെ 15 ജനറേഷൻ അതിൻ്റെ ഇടയ്ക്ക് വരും. അതിനിടയ്ക്ക് ഇങ്ങനത്തെ കോംപ്രമൈസുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ തന്നെ സഭ വളർന്നിട്ടുള്ളത്. അത് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലാൻ 100 വർഷം 200 വർഷമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആളെയൊന്നും കൂട്ടണം, നമ്മളത് ഇങ്ങനെ നിലനിർത്തണം, അത്ര മാത്രമേ ഉള്ളൂ. അത് അവസാനം അവരെ എവിടെയെങ്കിലും ഒരു വളരെ ടാക്റ്റിക്കലായിട്ടുള്ള കോംപ്രമൈസിലെത്തും. ഇവർ രണ്ടും ഒരേ സ്വഭാവമുള്ള ഓർഗനൈസേഷൻസാണ്. അവിടെ പള്ളിയിലച്ചന്മാർ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇവിടെ പ്രചാരകന്മാർ കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷനാണ്. പല രൂപങ്ങൾ ഹെഡഡ് ആയിരുന്നു രണ്ടും. പല രൂപത്തിലും പല സേവന മേഖലയിൽ മികച്ച സംഭാവനകൾ രണ്ടും നൽകുന്നുണ്ട്. അപ്പോൾ അവരൊരു വഴി കണ്ടെത്തും. കാരണം ഇതൊക്കെ ദീർഘവീക്ഷണമുള്ള സംഘടനകളാണ്. അവരവരുടെ കോറിനോട് ഭയങ്കര സിൻസിയറായിട്ടുള്ളവരാണ്. അപ്പോൾ പിന്നെ ബേസിക്കലി സഭ പറയുന്നത് സമാധാനം, സ്നേഹവും ക്ഷമയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ മണ്ടത്തരം സഭ കാണിക്കുന്നു വിചാരിക്കേണ്ട. പൊതുവേ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത. അതിനുള്ളൊരു ഇപ്പം ഈ ഒരു മണിപ്പൂരിൻ്റെ ഒക്കെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സഭയ്ക്ക് പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചനകൾ അത് തന്നെയാണ്. അത് ദോഷമാവും. അല്ല, CPM നിലപാട് പറയുന്ന സഭയ്ക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം മണിപ്പൂർ പോലെയുള്ള വിഷയം നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോയത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പറഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് മനസ്സിലാവും. കാരണം ഭയങ്കര എഡ്യൂക്കേറ്റഡ് അല്ലേ. അവർക്ക് എത്ര കാലത്തെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ലിവിങ് ട്രഡീഷനാണ് സഭ. മനസ്സിലായില്ലേ? 2000 വർഷമായിട്ട് അതങ്ങനെ ജീവിക്കുകയല്ലേ പല രൂപത്തിൽ. പക്ഷേ അത് പറയുന്ന ഭാഷയ്ക്കൊരു മയം വേണ്ടേ. ഈ സജി ചെറിയാൻ നല്ല പങ്ക് വോട്ട് ചെയ്തത് ക്രിസ്ത്യൻസ്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കൊരു ക്രിസ്ത്യൻ MLA വേണം, നമ്മുടെ പയ്യൻ. ഞാൻ ചേർത്തല അവിടെ ചെങ്ങന്നൂർ ജോലി ചെയ്ത ആളല്ലേ. അതുപോലെ NSS അദ്ദേഹത്തിന് ആദ്യത്തെ ഇലക്ഷൻ സഹായമായി. ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ സഹായകരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അത് അനാവശ്യമായി പോയി. എതിർക്കുക അതൊക്കെ സഭയ്ക്ക് മനസ്സിലാവും. നമ്മളൊക്കെ എതിർക്കാറില്ലേ? അത് നല്ല ഭാഷയിൽ താത്വികമായിട്ടുള്ള എതിർപ്പല്ലേ? അതൊക്കെ അവർക്ക് മനസ്സിലാവും. അത് ലോകത്തെ ഏത് മതത്തേക്കാട്ട് ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്ന ആളുകളാണ് അവർ. പക്ഷേ അത് ഉപയോഗിച്ച ഭാഷ സത്യത്തിൽ അതിൽ കടന്നുപോയി. അത് സഭയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് CPMന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും അത് മെൻഡ് ചെയ്തില്ലെങ്കിൽ.